അടുത്തത് മീനക്കൂറാണ്. പൂരുരുട്ടാതിയുടെ അവസാനത്തെ പാദവും ഉത്രട്ടാതിയും രേവതിയും ചേർന്നതാണ് മീനക്കൂറ്. ഇവർക്ക് ഇപ്പോഴും ലഗ്നത്തിൽ ശനി തന്നെയാണ്. 7.5 ശനിയും അതിൻ്റെ മധ്യത്തിലുള്ള 7-ആണ്ടൻ ശനിയുടെ മധ്യകാലമാണ്. ഈ പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മുടെ ക്ഷമയ്ക്ക് അക്ഷമനാകുന്ന ഒരവസ്ഥ വന്നെന്നിരിക്കാം. നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കുന്നതായിട്ടുള്ള പല അവസരങ്ങളും വന്ന് ചേരും. അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. എങ്കിലും 5-ാം ഭാവത്തിലാണ് വ്യാഴം എന്നുള്ളതുകൊണ്ട് നമുക്ക് വേണ്ടതായിട്ടുള്ള സംരക്ഷണം ഒക്കെ കിട്ടുന്നുണ്ട്. അധ്യാപനം, അതുപോലെ വിദ്യാഭ്യാസം, അതുപോലെ കലാരംഗത്ത് സൃഷ്ടിപരമായിട്ടുള്ള മേഖലകളിലും ഒക്കെ പ്രവർത്തിക്കുന്നവർ, കൗൺസിലിംഗ്, എഴുത്ത്, അതുപോലെ ഗവേഷണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടമുണ്ടാകും. 4-ാം ഭാവത്തിലാണ് ബുധൻ, അത് വക്രത്തിലാണ്. അത് സൂചിപ്പിക്കുന്നത് ചില ഓഫീസ് മാറ്റങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ വീട് അല്ലെങ്കിൽ വീടിനോട് ചേർന്നുള്ള ജോലി മുതലായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ അങ്ങനെയുള്ള മാറ്റങ്ങളുണ്ടാകാം. അതുപോലെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഓഫീസിൽ നിന്ന് മാറി വർക്ക് ഫ്രം ഹോം ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അടിസ്ഥാന ചില സൗകര്യങ്ങൾ, ഓഫീസിലോ വീട്ടിലോ ഒക്കെയുള്ള ചില അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യം ഒക്കെ ആലോചിക്കും. അങ്ങനെയുള്ളവ ചെയ്യാനും സാധ്യത കാണുന്നുണ്ട്. സൂര്യൻ 16-ാം തീയതി 5-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ, അതായത് ഗവേഷണ രംഗത്തോ പഠന രംഗത്തോ ഒക്കെ, അതുപോലെ വിദ്യാർത്ഥികൾക്കും മറ്റുമൊക്കെ മത്സര പരീക്ഷ എഴുതുന്നവർ, ഇവർക്കൊക്കെയും കൂടുതൽ ആത്മവിശ്വാസം വർദ്ധിക്കുകയും അത് നേട്ടമുണ്ടാക്കുകയും ചെയ്യും. ധനപരമായിട്ട് സാമ്പത്തിക സ്ഥിതി ക്രമേണ മെച്ചപ്പെടുന്നതായിട്ട് കാണാം. വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, അതുപോലെ മക്കളുടെ പഠിത്തം, വീടിൻ്റെ നവീകരണം, ഇതൊക്കെ സംബന്ധിച്ചുള്ള ചില ചിലവുകൾ പുതിയ വന്നു ചേരാവുന്നതാണ്. ദീർഘകാല നിക്ഷേപങ്ങൾക്കും ഇപ്പോൾ അനുകൂലമാണ്. നമുക്ക് താൽക്കാലിക നേട്ടം ഉണ്ടാകുന്നില്ല എങ്കിലും ദീർഘകാലത്തേക്ക് വേണ്ടതായിട്ടുള്ള നിക്ഷേപങ്ങളൊക്കെ ചെയ്യുന്നത് അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാകുന്നതാണ്. രോഗം എന്നുള്ള നിലയ്ക്ക് ചില സന്ധിവേദനകളും, അതുപോലെ ഉറക്കക്കുറവ് കൊണ്ടുണ്ടാകുന്ന ക്ഷീണവും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ലഘുവായിട്ടുള്ള വ്യായാമവും ഒക്കെ ചെയ്തു വരാൻ, യോഗ മുതലായിട്ടുള്ളവ ചെയ്തു വരാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ പൊതുവെ സന്തോഷകരമായിട്ടുള്ള കാലഘട്ടമാണ്. മക്കളുടെ നേട്ടങ്ങളിൽ നിന്ന് ചില സന്തോഷ വർത്തമാനങ്ങൾ കേൾക്കാൻ സാധിക്കും. മാതാപിതാക്കന്മാരുമായിട്ടുള്ള ബന്ധങ്ങളും ഒക്കെ മെച്ചപ്പെടാനും അതുപോലെ വീട്ടിൽ ചില ശുഭകാര്യങ്ങൾ നടക്കാനും അത് ആസൂത്രണം ചെയ്യാനും ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഇവർക്ക് വേണ്ട പരിഹാരം എന്ന് പറയുന്നത് ക്ഷേത്ര ദർശനം നടത്തുക, പഞ്ചാക്ഷര മന്ത്രം ദിവസേന നിത്യേന 108 പ്രാവശ്യം ജപിക്കുക. അതുപോലെ ശനിയാഴ്ച ദിവസം നല്ലെണ്ണ കൊണ്ടുള്ള തില കൊണ്ടുള്ള ഓയിൽ കൊണ്ട് കത്തിച്ചുള്ള വിളക്ക് സമർപ്പിക്കുക, ശാസ്താവിന് വഴിപാട് കഴിക്കുക, അതുപോലെ തന്നെ അന്നദാനം കൊടുക്കുക, തിലം ദാനം ചെയ്യുക. ഇതൊക്കെയും സൽഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്. നമസ്കാരം.